Dear students, കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫണ്ടമെന്റൽസ് ഓഫ് C++ പ്രോഗ്രാം പ്രോഗ്രാമിൻ്റെ ഫണ്ടമെന്റൽസ് ആയിരുന്നു. നമ്മൾ ഇനി ഒരു C++ പ്രോഗ്രാം ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം നോക്കേണ്ടത് ആപ്ലിക്കേഷൻസ് നിന്ന് പ്രോഗ്രാമിംഗ് ജീനി. ആദ്യം അത് എങ്ങനെ എടുക്കണം എന്ന് നോക്കണം അല്ലേ. ഇതാണ് ജീനി IDE. ഇതിനിവിടെ ഓൾറെഡി പ്രോഗ്രാംസ് ചെയ്ത് വെച്ചതുകൊണ്ട് നമുക്കത് സ്ക്രീനിൽ കാണാറുണ്ട്. നമുക്ക് ആദ്യം കാണുന്നത് സ്ട്രക്ചർ ഓഫ് എ C++ പ്രോഗ്രാം ആണ്. ഒരു C++ പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ ആണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ആദ്യത്തെ ലൈൻ, അതിനകത്ത് പ്രീപ്രോസസർ ഡയറക്റ്റീവ് ഉണ്ട്, ഒരു ഹെഡർ ഫയൽ ഉണ്ട്. ഇതിൽ ഏതാ പ്രീപ്രോസസർ ഡയറക്റ്റീവ്? ആൻസർ #include ആണ്. ഏതാണ് ഹെഡർ ഫയൽ? IOStream. അതിനെ തരം തിരിച്ച് പഠിക്കണം. എന്താ ഈ പ്രീപ്രോസസർ ഡയറക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ? പ്രീപ്രോസസർ ഡയറക്റ്റീവ്സ് യൂസ് ചെയ്യുന്നത് കമ്പൈലറിനോട് പറയുകയാണ്, കമ്പൈലറിന് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണ്. ആക്ച്വൽ കമ്പൈലേഷൻ നടത്തുന്നതിന് മുൻപ് ചില പ്രിപ്പറേഷൻസ് ചെയ്യാനായിട്ട് കമ്പൈലറിന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ് പ്രീപ്രോസസർ ഡയറക്റ്റീവ്സ്. ഇപ്പോൾ നിങ്ങൾ എക്സാം എഴുതുന്നതിന് മുമ്പ് നിങ്ങൾ പഠിക്കും അല്ലേ, ദാറ്റ് ഇസ് എ പ്രിപ്പറേഷൻ, ഒരു മുന്നൊരുക്കമാണ് അല്ലേ. ഇതുപോലെ കമ്പൈലറിനോട് അതിൻ്റെ പ്രവൃത്തിയായ കമ്പൈലേഷൻ ചെയ്യുന്നതിന് മുൻപ് നടത്തേണ്ട ചില പ്രിപ്പറേഷൻസ് അല്ലെങ്കിൽ മുന്നൊരുക്കങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനാണ് എന്ത് യൂസ് ചെയ്യുക? പ്രീപ്രോസസർ ഡയറക്റ്റീവ്സ് യൂസ് ചെയ്യുക. Preprocessor directives are used to instruct the compiler to do some jobs before the actual compilation starts. Actual compilation മുൻപ് ചില ടാസ്കുകൾ ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രക്ഷൻസിനെയാണ് എന്ത് പറയുന്നത്? പ്രീപ്രോസസർ directives എന്ന് പറയുന്നത്. They always starts with the simple hash symbol ആണ് അത് സ്റ്റാർട്ട് ചെയ്യുക. Then we can see header file. IOStream എന്ന് പറഞ്ഞ ഹെഡർ ഫയൽസ് ഇവിടെ കാണുന്നുണ്ട്. ഹെഡർ ഫയൽസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ C++ൽ ഒരു 80% ഓഫ് ജോബ്സ് നമുക്ക് 80 ഇല്ലെങ്കിലും ഒരു 60% ജോബ്സ് നമുക്ക് എന്തുണ്ടായിരിക്കും? ഓൾറെഡി അത് ചില പ്രത്യേക ഫയലുകളിൽ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. പ്രോഗ്രാമറിന് അപ്പോൾ ആ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ ആ ജോബുകൾ വീണ്ടും പ്രോഗ്രാമർ അത് ചെയ്ത് പ്രോഗ്രാമറുടെ വിലപ്പെട്ട സമയം കളയേണ്ടതില്ല. പ്രോഗ്രാമർക്ക് അവരുടെ കോംപ്ലക്സിറ്റി പരമാവധി റെഡ്യൂസ് ചെയ്യാനായിട്ട് കുറേയധികം പ്രവർത്തികൾ C++ലെ ജോബ്സ് എന്തുണ്ടായിരിക്കും? ഓൾറെഡി ഡിഫൈൻ ചെയ്ത് ചില സ്പെഷ്യൽ ഫയലുകളിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇത്തരം സ്പെഷ്യൽ ഫയലുകളെ പറയുന്ന പേരാണ് ഹെഡർ ഫയൽസ്. അങ്ങനെയുള്ള ഒരു ഹെഡർ ഫയലിൻ്റെ എക്സാമ്പിളാണ് IOStream. എങ്ങനെയാണ് ഹെഡർ ഫയലിനെ തിരിച്ചറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ എൻക്ലോസ്ഡ് വിത്തിൻ എ ട്രയാങ്കിൾ ബ്രാക്കറ്റ്. ഇപ്പോൾ ഇതിനകത്ത് നോക്കൂ, ഒരു ട്രയാങ്കിൾ ബ്രാക്കറ്റിനകത്ത് ഇപ്പോൾ ഇവിടെ കണ്ടോ, ഈ ഒരു ട്രയാങ്കിൾ ബ്രാക്കറ്റിനകത്ത് കാണപ്പെടുന്ന ഫയലുകളെയാണ് എന്ത് പറയുക? ഇന്ന് പേരുകൾ, ഒരു പേര് കണ്ടു കഴിഞ്ഞാൽ ട്രയാങ്കിൾ ബ്രാക്കറ്റിനകത്ത് പേര് കണ്ടാൽ അത് മനസ്സിലാക്കാം, ദാറ്റ്സ് എ ഹെഡർ ഫയൽ. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടു IOStream എന്ന് പറഞ്ഞ ഹെഡർ ഫയലിനെ ഉൾപ്പെടുത്താനാണ് #include എന്ന് പറഞ്ഞ പ്രീപ്രോസസർ ഡയറക്റ്റീവ്സ് യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്ത ലൈൻ ഓഫ് കോഡ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ നെയിം സ്പേസിനെ നമ്മൾ ഉൾപ്പെടുത്തിക്കാണ് കാണപ്പെടുന്നത്. എന്തിനാണ് ഈ നെയിം സ്പേസ് യൂസ് ചെയ്യുന്നത്? സ്റ്റാൻഡേർഡിൻ്റെ നൊട്ടേഷനാണ് STD. അതിന് മുൻപ് എന്തിനാണ് നെയിം സ്പേസ് യൂസ് ചെയ്യുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, നെയിം സ്പേസ് ആർ യൂസ്ഡ് ടു അവോയ്ഡ് നെയിമിംഗ് കൊളീഷൻസ്. പേരുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൺഫ്യൂഷൻസ് ഒഴിവാക്കാനാണ് എന്ത് ചെയ്യുന്നത്? നെയിം സ്പേസ് ഉപയോഗിക്കുന്നത്. പേരുമായി ബന്ധപ്പെട്ട കൺഫ്യൂഷൻ, നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങളുടെ ഒരാളുടെ പേര് നമ്മുടെ തൊട്ടടുത്ത വീട്ടിലൊരു കുട്ടിക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. ആ പ്രദേശവാസികൾക്ക് നിങ്ങളെക്കുറിച്ച് പറയേണ്ടി വരുമ്പോൾ എന്ത് വേണം? കൂടെ നിങ്ങളുടെ വീടിൻ്റെ പേരും പറയണം അല്ലേ, ആ വീട്ടിലെ ആ കുട്ടി അങ്ങനെ പറയണം. അല്ലെങ്കിൽ അവർക്ക് എന്തായിരിക്കും? അവിടെ ഒരു കൺഫ്യൂഷൻ നിലനിൽക്കണം. വെറുതെ പേര് പറഞ്ഞാൽ അത് ഏത് വീട്ടിലാണ് കൺഫ്യൂഷൻ നിലനിൽക്കണം. അപ്പോൾ ഇതിന് പകരം എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? അവിടെ ആ വീട് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നു അല്ലേ, വീട്ടിലെ ഇന്ന കുട്ടി. ഇതുപോലെ പ്രോഗ്രാമിൽ ചില പ്രോഗ്രാമിംഗ് എലമെൻറ്റ്സിന് കോമൺ നെയിം ഉണ്ടായിരിക്കും. അപ്പോൾ ഇവയെ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തണമെങ്കിൽ എന്ത് വേണം? നെയിം സ്പേസും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം പ്രോഗ്രാമിൽ പറയേണ്ടത്. ഇതൊക്കെ നിങ്ങളുടെ സിലബസിന് അപ്പുറത്തേക്കുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ വറി ചെയ്യേണ്ട. ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക, എന്താണ് നമ്മുടെ ഒരു പ്രോഗ്രാമിനകത്ത് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ നെയിം സ്പേസ് ഉൾപ്പെടുത്തിയിരിക്കണം. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ CINനും COUTും എന്ന് പറഞ്ഞാൽ പ്രീഡിഫൈൻഡ് ഒബ്ജക്ട്സ് ഉണ്ട് അല്ലേ. CIN ഫോർ ഇൻപുട്ടിങ്, COUT ഫോർ ഔട്ട്പുട്ടിങ്. ഈ CINനും COUട്ടും നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ നിർബന്ധമായിട്ടും എന്തുണ്ടായിരിക്കണം? സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ നെയിം സ്പേസ് ഉൾപ്പെടുത്തിയിരിക്കണം. അടുത്തതാണ് മെയിൻ ബ്ലോക്ക്. മെയിൻ ബ്ലോക്കിൻ്റെ പ്രത്യേകത, ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ ബ്രേസസ് ആൻഡ് ക്ലോസ് ബ്രേസസിനകത്ത് കാണപ്പെടുന്ന ഒന്നോ അതിലധികം സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് ബ്ലോക്ക് എന്ന് പറയുന്നത്. ഒരു ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു ഓപ്പൺ ബ്രേസും ഒരു ക്ലോസ് ബ്രേസിനകത്ത് കാണപ്പെടുന്ന എന്താണ്? ഒരു ബ്ലോക്കാണ്. സാധാരണ ഒരു C++ പ്രോഗ്രാമിനകത്ത്
നമുക്കൊരു ചെറിയൊരു C++ പ്രോഗ്രാമിനകത്താണെങ്കിൽ ഒരു ചെറിയ മെയിൻ ബ്ലോക്കേ ഉണ്ടായിരിക്കുള്ളൂ, അല്ലെങ്കിൽ ഒരു മെയിൻ ബ്ലോക്കേ ഉണ്ടായിരിക്കുള്ളൂ. ഒരു വലിയൊരു പ്രോഗ്രാം ആണെങ്കിൽ മേ ബി ഇറ്റ് കൺസിസ്റ്റ് ഓഫ് മോർ ദാൻ വൺ ബ്ലോക്സ്. ഒരു വലിയൊരു പ്രോഗ്രാം ആണെങ്കിൽ, ഒരു ഹ്യൂജ് പ്രോഗ്രാം ആണെങ്കിൽ അതിനകത്ത് ഒന്നിലധികം ബ്ലോക്കുകൾ കാണപ്പെടും. പക്ഷേ അതിനകത്ത് മെയിൻ ബ്ലോക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, മെയിൻ ബ്ലോക്ക് അതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതും അവസാനിക്കുന്നതും മെയിൻ ബ്ലോക്കിലാണ്. വിത്തൗട്ട് എ മെയിൻ ബ്ലോക്ക് എ C++ പ്രോഗ്രാം cannot be completed. C++ പ്രോഗ്രാമേ അല്ല എന്ന് പറയേണ്ടി വരും. മെയിൻ ബ്ലോക്ക് ഇല്ലെങ്കിൽ എന്താണ്, അതൊരു C++ പ്രോഗ്രാമേ അല്ല എന്ന് പറയണം. ഒരു പ്രോഗ്രാമർ ഒരു പ്രോഗ്രാം എഴുതി, അയാൾ മെയിൻ ബ്ലോക്ക് എഴുതാൻ മറന്നുപോയെങ്കിൽ ദാറ്റ്സ് നോട്ട് എ C++ പ്രോഗ്രാം. വളരെ വളരെ എസെൻഷ്യൽ ആണ് എന്ത്, മെയിൻ ബ്ലോക്ക്. മെയിൻ ബ്ലോക്കിൽ നിന്നാണ് മറ്റ് ബ്ലോക്കുകളിലേക്ക് നമുക്ക് പ്രോഗ്രാം കൺട്രോളിനെ കൊണ്ടുപോകാനും തിരിച്ചു കൊണ്ടുവരാനും ഒക്കെ സാധിക്കും. സോ മെയിൻ ബ്ലോക്ക് ഈസ് വെരി വെരി എസെൻഷ്യൽ. ഓക്കെ, റിട്ടേൺ സീറോനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരുന്ന ചാപ്റ്റേഴ്സിൽ കാണാം. തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഇതാണ് സ്ട്രക്ചർ. പിന്നെ ഇവിടെ കാണുന്നുണ്ട് യുവർ കോഡ് അക്കോർഡിംഗ് ടു യുവർ പ്രോഗ്രാം, അക്കോർഡിംഗ് ടു യുവർ പ്രോബ്ലം. പ്രോബ്ലത്തിനെ ബേസ് ചെയ്ത് നിങ്ങളുടെ കോഡ്. ഇവിടെ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെല്ലാ പ്രോഗ്രാമിൻ്റെയും സ്ട്രക്ചറാണ്. ഹാഷ് ഇൻക്ലൂഡ് വേണം, നെയിം സ്പേസ് STD വേണം, ഇൻറ്റ് മെയിൻ വേണം, ഇതൊക്കെ എല്ലാത്തിലും ഉണ്ട് അല്ലേ. നിങ്ങൾക്ക് തന്നിരിക്കുന്ന പ്രോബ്ലം അനുസരിച്ച് ഈ ഭാഗത്ത് നിങ്ങളുടെ കോഡ് എഴുതുകയാണ് ചെയ്യുന്നത്. നമുക്കൊരു പ്രോഗ്രാം നോക്കാം. ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് സം കാണാനുള്ള ഒരു പ്രോഗ്രാമാണ്. ഓക്കെ, സം കാണാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ആ ലൈൻ ഓഫ് കോഡൊന്നും ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഡിക്ലറേഷൻ തൊട്ടങ്ങ് തുടങ്ങുകയാണ്. ഇവിടെ ഞാൻ ഡിക്ലറേഷന് വേണ്ടിയിട്ട് A, B, സം എന്ന് പറഞ്ഞ വേരിയബിൾസ് ഞാൻ ഇൻറ്റിൽ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. എന്തിനാണ് ഡിക്ലറേഷൻ യൂസ് ചെയ്യുന്നത്? ഇനി വരുന്ന ലൈനുകളിൽ നമ്മൾ A, B, സം എന്ന് പറഞ്ഞ വേരിയബിൾസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇത്തരം വേരിയബിൾസിനെ കുറിച്ച് കമ്പൈലറിനെ പരിചയപ്പെടുത്തി കൊടുക്കാനാണ് എന്ത് യൂസ് ചെയ്യുക, ഡിക്ലറേഷൻ യൂസ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഡിക്ലെയർ ചെയ്തു, എയും ബിയും സമ്മും ഡിക്ലെയർ ചെയ്തു. ഈ സ്റ്റേറ്റ്മെന്റിനെ പറയുന്ന പേരാണ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ്. അടുത്ത ലൈനിൽ സി ഔട്ട് എൻ്റർ വാല്യൂ ഫോർ A, B. സി ഔട്ട് ഉള്ളത് കൊണ്ട് ദിസ് എ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ നമുക്ക് എന്താണ്, ഒരു ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തു. അപ്പോൾ ഇത് നമ്മുടെ സ്ക്രീനിൽ കാണും, എൻ്റർ വാല്യൂ ഫോർ A, B എന്ന് പറഞ്ഞ്. ഈ ഡബിൾ കോഡ്സിൽ എഴുതിക്കുന്നത് എന്താണോ അത് അങ്ങനെ തന്നെ സ്ക്രീനിൽ കാണും. ദെൻ അടുത്ത ലൈൻ എന്താണ്, സീനുള്ളത് കൊണ്ട് ഇതൊരു ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. എക്ക് വാല്യൂ കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യുന്നു, അതിനുശേഷം ബിക്ക് വാല്യൂ കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യുന്നു. ദെൻ അതിനുശേഷം എന്ത് ചെയ്തു, ഈ കിട്ടിയ വാല്യൂസ്, എക്കും ബിക്കും കിട്ടിയ വാല്യൂസ് ആഡ് ചെയ്ത് റിസൾട്ട് സമ്മിലേക്ക് സ്റ്റോർ ചെയ്തു. അടുത്തതിന് ശേഷം വീണ്ടും ഒരു ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് ആണ് സം ഈസ്, അതുപോലെ തന്നെ പ്രിന്റ് ചെയ്തു. ദെൻ ഈ സം എന്ന് പറഞ്ഞ വേരിയബിളിലുള്ള റിസൾട്ട് ഇവിടെ പ്രിന്റ് ചെയ്യാണ് ചെയ്യുന്നത്. ദെൻ പ്രോഗ്രാം എൻഡ് ചെയ്യാനായി റിട്ടേൺ സീറോ യൂസ് ചെയ്യുന്നു. നമുക്ക് ഈ പ്രോഗ്രാം എങ്ങനെയാണ് റൺ ചെയ്യണേ, അല്ലെങ്കിൽ ഇത് എങ്ങനെ വർക്ക് ചെയ്യിക്കണം നോക്കണം. അതിന് മുമ്പ് ഈ പ്രോഗ്രാം സേവ് ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് നമ്മൾ സേവ് ചെയ്യുമ്പോൾ .cpp എന്ന് പറഞ്ഞ ഫയൽ എക്സ്റ്റൻഷൻ യൂസ് ചെയ്യണം. കുട്ടികൾ എപ്പോഴും എക്സ്റ്റൻഷൻ ഇടാൻ മറക്കും, അത് ഉറപ്പിക്കണം. .cpp എന്ന് പറഞ്ഞ എക്സ്റ്റൻഷനിലായിരിക്കണം അത് സേവ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മളവിടെ കമ്പൈൽ ചെയ്യാണ് ചെയ്യുന്നത്. കമ്പൈൽ ചെയ്യുമ്പോൾ കമ്പൈലേഷൻ ഫിനിഷ്ഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ മെസ്സേജ് കാണും. എറർ ഇല്ലെങ്കിൽ കേട്ടോ, എറർ ഉണ്ടെങ്കിൽ ഇവിടെ എററുകളെല്ലാം ചുമന്ന അക്ഷരത്തിൽ ലിസ്റ്റ് ചെയ്യും. അത് എറർ സോൾവ് ചെയ്യുക, സേവ് ചെയ്യുക, വീണ്ടും കമ്പൈൽ ചെയ്യുക. ഇത് കമ്പൈലേഷൻ ഫിനിഷ്ഡ് സക്സസ്ഫുള്ളി എന്ന് കണ്ടതിന് ശേഷം നമ്മൾ ബിൽഡ് ചെയ്യുക. അപ്പോഴും നമുക്ക് എറർ ഒന്നും ഇല്ലെങ്കിൽ കമ്പൈലേഷൻ ഫിനിഷ്ഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് കാണും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, റൺ ചെയ്യുക. റൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ വരും. അവിടെ നോക്കൂ, ഈ സി ഔട്ടിൽ കൊടുത്ത എൻ്റർ വാല്യൂ ഫോർ A, B അതല്ലേ ഇവിടെ കാണുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായ എന്താണ്, എക്കും ബിക്കും വാല്യൂസ് ആഡ് ചെയ്യാനാണ്, എൻ്റർ ചെയ്യാനാണ് പറയുന്നത് അല്ലേ. ഞാൻ സ്പേസ് ബാർ യൂസ് ചെയ്യാണ്. 2 വാല്യൂസ് ഞാൻ കൊടുക്കുകയാണ്. വീണ്ടും സ്പേസ് ബാർ ഇട്ടു, 2 വാല്യൂസ് കൊടുത്തു. അപ്പോൾ എന്തായിരിക്കും വരിക, എക്ക് 44 എന്ന് പറഞ്ഞ വാല്യൂ അസൈൻഡ് ആയി, ബിക്ക് 46 എന്ന് പറഞ്ഞ വാല്യൂ അസൈൻഡ് ആയി. ഇപ്പോൾ എയുടെ വാല്യൂ 44ഉം ബിയുടെ വാല്യൂ 46ഉം ആണ്. രണ്ടും കൂടെ ആഡ് ചെയ്ത് സം എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. അതിനുശേഷം എന്താണ് നമുക്ക് നോക്കാം അല്ലേ. എൻ്റർ അടിച്ചാൽ അവിടെ സം ഈസ് നമ്മളവിടെ എഴുതിയത് അങ്ങനെ തന്നെ പ്രിന്റ് ചെയ്തു. ദെൻ ആ സം എന്ന് പറഞ്ഞ വേരിയബിളിലുള്ള റിസൾട്ട് അവിടെ പ്രിന്റ് ചെയ്യാണ് ചെയ്യുന്നത്. പ്രോഗ്രാം എക്സിക്യൂഷൻ കംപ്ലീറ്റഡ് ആയി. ഓക്കെ, നമുക്കിനി ഈ ഒരു ടെർമിനൽ സ്ക്രീനിൽ നിന്ന്, ഈ കറുത്ത വിൻഡോയിൽ നിങ്ങൾക്ക് പുറത്തേക്ക് കിടക്കണം. അത് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, എൻ്റർ കീ പ്രസ് ചെയ്താൽ മതി. കുറേ കുട്ടികളുള്ള ഒരു സംശയമാണ്, ആ സി ഔട്ട് എൻ്റർ വാല്യൂ ഫോർ A, B അതെന്തിനാ കൊടുക്കുന്നത്, അതാണോ ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് എന്നൊരു സംശയം കുറേ പേരിൽ നിലനിൽക്കുന്നുണ്ട്.
ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻപുട്ട് ചെയ്യുമ്പോൾ എന്താണ് ഇൻപുട്ട് ചെയ്യേണ്ടത് എന്ന് ആ കമ്പ്യൂട്ടറിന്റെ മുമ്പിലിരിക്കുന്ന ആളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ആ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ആ സ്ക്രീനിൽ കണ്ടപ്പോൾ എക്കും ബിക്കും വാല്യൂ കൊടുക്കണമെന്ന് നമുക്കത് മനസ്സിലായി അല്ലേ? ഈ ലൈൻ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് നോക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് നോക്കാം. കമന്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? എന്ത് മാറ്റം വരുത്തിയാലും സേവ് ചെയ്യണം കേട്ടോ. ഞാൻ ഈ പ്രോഗ്രാമിൽ അത് കമന്റ് ചെയ്തുകൊണ്ട് തന്നെ സേവ് ചെയ്തു. വീണ്ടും കമ്പൈൽ ചെയ്യുക, വീണ്ടും ബിൽഡ് ചെയ്യുക, അതിനുശേഷം എക്സിക്യൂട്ട് ചെയ്യുക. കണ്ടോ, ഒരു ബ്ലാങ്ക് സ്ക്രീനാണ് കാണുന്നത്. ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുകയാണ് അല്ലേ? എന്താണ് ഇവിടെ ചെയ്യേണ്ടതെന്നൊരു കൺഫ്യൂഷൻ നിലനിൽക്കുകയാണ്. എന്താണ് ആൻസർ ചെയ്യേണ്ടത് ഒന്നും നമുക്കൊരു ഐഡിയ കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, അപ്പോൾ അവിടെ ഒരു പ്രോഗ്രാമിൽ എററുകൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലൊരു പ്രോഗ്രാമർ എന്ന് പറഞ്ഞാൽ അയാൾ നിർബന്ധമായിട്ടും എന്താണ് ഇൻപുട്ട് ചെയ്യേണ്ടതിനെ കുറിച്ച് ഒരു വിവരണം മുൻപേ കൊടുത്തിട്ടുണ്ടായിരിക്കണം. അതിനാണ് അവിടെ എന്ത് ചെയ്തത്, ഫസ്റ്റ് ഒരു ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തത്. ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു C++ പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചറും ഒരു C++ പ്രോഗ്രാം ജെനിയിൽ എങ്ങനെയാണ് ചെയ്യുക എന്നും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.